بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين فقد قال رسول الله صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة شفيعنا رسول الله مكة റസൂലേ പോന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ കരുണ കടലോരേ മുത്തനബി ശഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തേ എന്നോരത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ദിവസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബ മിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുക്കണം അല്ലാഹ്. അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാനേ. ആരുമില്ലാത്ത മണമറ അവരുടെ മണിയറയാക്കണം റഹ്മാനേ. മക്കൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണം റഹ്മാനേ. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും സത്യത്തിന് വേണ്ടി കുതിക്കുന്ന ഒരവസരം. നീതിയും സത്യസന്ധതയും ലോകത്ത് വെളിവാകുന്നതിന് വേണ്ടിയാണ് മനുഷ്യരെ പടയ്ക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ ഭൂമിയിലേക്ക് പടച്ചത് തന്നെ മലക്കുകൾ ചോദിച്ചു, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ മലക്കുകൾ ഉണ്ടല്ലോ ഇവിടെ, കോടാനുകോടി മലക്കുകൾ, പിന്നെ എന്തിനാ നീ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന മക്കളെ, ജനങ്ങളെ പടയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവരുടെ ഇടയിൽ നന്മയും തിന്മയും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണെന്ന് അല്ലാഹു തആല നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വിദ്യാലയങ്ങൾ, കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളെല്ലാം ഇന്ന് ആഘോഷ ലഹരിയിലാണ്. അത് റബീഉൽ അവ്വൽ വന്നതുകൊണ്ടാണ്, അതിന് ഓണം കൊണ്ടാണ് എന്താണെങ്കിലും അല്ലാഹു തആല നല്ലത് പ്രവർത്തിക്കാൻ നല്ല മനസ്സ് കൊടുക്കുമാറാവട്ടെ. മിനിഞ്ഞാന്ന് സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് 9ഓളം കുട്ടികൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓണപരീക്ഷ കഴിഞ്ഞ ഒരു സെലിബ്രേഷനായി പത്തനംതിട്ടയിൽ ഡാമിന്റെ അടുക്കൽ ചെന്നപ്പോൾ നബീൽ എന്ന് പറയുന്ന പൊന്നുമോൻ വെള്ളത്തിൽ വീണു. കൂട്ടുകാരൻ നിഹാൽ
അവനൊന്നും നോക്കിയില്ല, അവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ എടുത്തിയാടി. രണ്ടുപേരും മരണപ്പെട്ടു. 9 വയസ്സിന്റെ അകത്ത് പ്രായമുള്ള നബീൽ എന്ന് പറയുന്ന പൊന്നുമോൻ അന്ന് വീട്ടിൽ നിന്ന് പോയത്, ഉമ്മ ഞാനിന്ന് ഓണം പൊളിക്കും, ഓണം ഞാനിന്ന് പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പൊന്നുമോൻ 12 വർഷം വരെ കാത്തിരുന്നുണ്ടായ ഒരു പൊന്നുമോനാണ് നബീൽ എന്ന് പറയുന്ന ആ 9 വയസ്സ് 9ാം ക്ലാസ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാവട്ടെ. നമ്മളൊന്നും ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ മക്കൾ. അല്ലാഹു തആല അവരുടെ ചില സമയത്തുള്ള എന്തെങ്കിലും ഒരു അവിവേകത്തോടെയുള്ള ഒരു പെരുമാറ്റം കൊണ്ട് ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടും. അല്ലാഹു തആല വിനോദങ്ങളിൽ ഏർപ്പെടാൻ, നമ്മുടെ മക്കളൊക്കെ വിനോദങ്ങൾക്കും ടൂറിനും ഒക്കെ പോകുന്നവരാണ്. നമ്മളാർക്കും അതിന്റെ നിയന്ത്രണം അല്ലാഹു അല്ലാതെ ലോകത്തൊരാൾക്കും അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല, അവനെ സംരക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കളെല്ലാം അല്ലാഹു കാക്കുമാറാവട്ടെ. ഈ ദിവസത്തിന്റെ പ്രത്യേകത പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ 1ാമത്തെ വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച ഈ സമയത്ത് ലോകം കണ്ട ഏറ്റവും വലിയ സമാധാന നവോത്ഥാന നായകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് 1.5 സഹസ്രാബ്ദം കൊണ്ട് ലോകം മുഴുവനും അത്ഭുതം കൊണ്ട് കീഴടക്കിയ കിരീടമില്ലാത്ത രാജാവായി വാഴുന്ന ഇന്നും ലോകത്തുള്ള 140 കോടി വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ ഇന്നലകളിൽ കഴിഞ്ഞു പോയതുപോലെ അവരുടെ മനോമുഖരങ്ങളിൽ അവരുടെ സിരകളിലോടുന്ന നരമ്പുകളിലൂടെ ഓടുന്ന രക്തധമനികളിൽ അലഞ്ഞു ചേർന്ന പേരാണ് നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ 1500ാമത് ജന്മദിനമാണ് വരുന്ന വെള്ളിയാഴ്ച. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിൽ ആഘോഷിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്? അവിടുത്തെ കീർത്തനങ്ങൾ ലോകം മുഴുവനും പരക്കുമ്പോൾ, അവിടുത്തെ മധു മുഴുവനും ലോകം മുഴുവനും പരക്കുമ്പോൾ, അവിടുത്തെ നന്മകൾ മുഴുവനും ലോകം മുഴുക്കെ പരക്കുമ്പോൾ, ഇങ്ങനെ ഒരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഈ ലോകത്തിന്റെ അവസ്ഥ? ലോകത്തേക്ക് വന്നില്ലായിരുന്നു, എന്തായിരുന്നു ഈ ലോകത്തിന്റെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗത്തിന്റെ 1500ാമത് ജന്മദിനമാണ് അടുത്ത വെള്ളിയാഴ്ചയെങ്കിൽ അങ്ങനെ ഒരു തിരുപ്പിറവി ലോകത്ത് നടന്നില്ലായിരുന്നുവെങ്കിൽ എന്താണ് ഈ ഭൂമി കൊണ്ട് സംഭവിക്കാനിരുന്നത്? ആ പൊന്നുമോൻ ഈ ലോകത്തിന്റെ സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ നബി തങ്ങളില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെങ്ങനെയായിരിക്കും? എത്ര ഇരുൾ മുറിഞ്ഞത്, എത്ര ഇരുൾ നിറഞ്ഞതായിരിക്കുമെന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. നബിയുക്തമായ ലോകത്തിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാതിരുന്ന ഒരു ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് മാത്രം മതി. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി തങ്ങളെ പരിചയപ്പെടുത്തിയത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നജ്ജാശി രാജാവിന്റെ അടുക്കൽ മഹാനായ ജഅഫർ ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ നജ്ജാശി രാജാവിനോട് നബി തങ്ങളെ കുറിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഫഖാല ലഹു അയ്യുഹൽ മലികൂ, അല്ലയോ രാജാവേ, ഇന്നാ കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങളൊരു വിവരമില്ലാത്ത ജനതയായിരുന്നു. ഞങ്ങൾക്ക് അക്ഷരമറിയില്ല, ഞങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് അംഗശുദ്ധി വരുത്താൻ ഞങ്ങൾക്കറിയില്ല. മലമൂത്ര വിസർജനം ചെയ്താൽ അതെങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ജനതയായിരുന്നു ഞങ്ങൾ. അദ്ദേഹം പറയുന്നു, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ,
നഅ്ബുദുൽ അസ്നാമ ഞങ്ങൾക്കറിവില്ലായിരുന്ന കാലത്ത് ഞങ്ങൾ വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു. ലാത്തയെയും ഉസ്സയെയും ഞങ്ങൾ ആരാധിച്ചിരുന്നു. ഞങ്ങളുടെ വിചാരം ഞങ്ങളെ പരിപാലിക്കുന്നത് ലാത്തയും ഉസ്സയുമാണെന്നാണ്. ബിംബങ്ങൾക്ക് മുന്നേ ഞങ്ങൾ സുജൂദ് ചെയ്തിരുന്നു. നഅ്ബുദുൽ അസ്നാം ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു. ശവങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു. അറക്കാൻ പഠിപ്പിച്ചത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ഉമ്മത്തിന് അനുവദനീയമാക്കിയ ജീവജാലങ്ങളെ അവകളെ നിങ്ങൾ അറുത്തുകൊണ്ട് കഴിക്കണമെന്നാണ്. ചത്തത് മുസൽമാന് തിന്നാൻ പാടില്ല, ജീവനില്ലാത്തത് മുസ്ലിം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഉമ്മത്ത് മുഹമ്മദ് എന്ന ഐഡന്റിറ്റിയിൽ നമുക്ക് കിട്ടിയ വരദാനമാണ് ഇഷ്ടാനുസരണം ഭൂമിയിലുള്ള അല്ലാഹു തആല അനുവദനീയമാക്കിയതിനെ ഹലാലാക്കിയതിനെ അറുത്ത് കഴിക്കാം എന്നുള്ളത്. അദ്ദേഹം പറയുന്നു, വനഅകുലുൽ മൈതത ശവങ്ങളെ ഞങ്ങൾ തിന്നിരുന്നു. വനഅത്തിൽ ഫവാഹിഷ മോശമായ വഴികളിൽ ഞങ്ങൾ പോയിരുന്നു. ഹറാമുകൾ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിരുന്നു. വനഖതഉൽ ഒരുപാട് കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ മുറിച്ചിട്ടുണ്ട്. സഹോദര ബന്ധങ്ങൾ, മുലമുടി ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, വിവാഹ ബന്ധങ്ങൾ എന്ന് വേണ്ട മുഴുവൻ ബന്ധങ്ങളെയും ഞങ്ങൾ മുറിച്ചു കളഞ്ഞവരാണ്. മാത്രമല്ല ഞങ്ങളുടെ അയൽവാസികളെ ഞങ്ങൾ ഒരുപാട് ഓദരിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ ആരോഗ്യമുള്ളവർ ദുർബലരുടെ മുതലുകൾ തട്ടിയെടുത്ത് കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളിങ്ങനെ അരാജകത്വത്തിലും അക്രമത്തിലും ഒരു ജീവിതത്തിൽ വ്യവസ്ഥയില്ലാതെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രവൃത്തി ഞങ്ങൾ തുടർന്നു. അല്ലാഹു തആല ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ ഹറാമുകൾ ചെയ്തിരുന്നു. റസൂലൻ മിന്നാ നഅരിഫു നസബഹു വസദഖഹു വഅമാനതഹു വഅഫാഫഹു. പ്രവാചകൻ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ തറവാടും അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും അദ്ദേഹത്തിന്റെ മാപ്പാക്കലുമെല്ലാം ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചു, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. അല്ലാഹുവിനെ ആരാധിക്കാനോ അല്ലാഹു ഏകനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാൻ. നബി ഇല്ലാത്ത ഒരു ലോകത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായി പറഞ്ഞത്. ഒരു ജീവിതത്തിൽ ഒരു വ്യവസ്ഥയില്ല. ബാത്റൂമിൽ പോയാൽ എങ്ങനെ ശുദ്ധിയാക്കാമെന്ന് പോലും അറിയില്ലാത്ത ജനതയായിരുന്നു. മഹാനായ റസൂലുള്ളാഹിയുടെ അറഫ പ്രഭാഷണം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. ഹജ്ജത്തുൽ വദാഇലെ ഞങ്ങളുടെ പ്രഭാഷണം. ആ പ്രഭാഷണം ഇന്നലെ നമ്മളോട് പറഞ്ഞതുപോലെയാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ പ്രഭാഷണം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ്. ലോകത്തിന് മൊത്തം കാരുണ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ. കാഠിന്യമായ ആ നജാശി രാജാവിന്റെ മനസ്സിൽ നബി തങ്ങളെ കുറിച്ചുണ്ടായിരുന്ന എല്ലാ വേവലാതികളും അതോടെ തീർന്നുപോയി എന്നാണ്. പ്രവാചകന്മാരില്ലാതിരുന്ന ഫത്രത്തിന്റെ കാലം നമ്മൾക്കുണ്ടായിരുന്നു. നന്മയുടെ നുറുങ്ങുവട്ടം പോലും ഇല്ലാതിരുന്ന ലോകം അവിടെയാണ് മക്ക എന്ന ഭൂലോകത്തിന്റെ നടുവിൽ ആമിനാബിയുടെ പൊന്നുമോനായി ലോകം കണ്ട ഏറ്റവും വലിയ സമാധാന നവോത്ഥാന നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അന്തത തലു ബൈനനാ
في الكواكب كالقمر بل وأشرف منه يا سيد خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي. ലോകം കണ്ട ഏറ്റവും വലിയ മഹാസമ്മേളനമാണ് നബി തങ്ങളുടെ ഹജ്ജത്തുൽ വിദാ എന്ന ആ മഹിതമായ സദസ്സ്. ആ സദസ്സിലിരുന്നു കൊണ്ട് നബി തങ്ങൾ എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങൾക്ക് അല്ലാഹു തആല എനിക്ക് എത്തിച്ചു തന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ജനങ്ങൾ പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൈ ചൂണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീയാണ് ഇതിന് സാക്ഷി. ഈ പ്രവാചകൻ കൊണ്ടുവന്നതാണ് ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും പിന്തുടർന്നു പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പണിതതിനു ശേഷം ദുആ ചെയ്തു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വബഅത് ഫീഹിം റസൂലൻ മിൻഹും, അങ്ങയിൽ നിന്നുള്ള ഒരു ദൂതനെ ഞങ്ങൾക്ക് നീ അയച്ചു തരണമേ അല്ലാഹ്. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങളെ നിന്റെ ആയത്തുകളെ അവർക്ക് ഓതി കൊടുക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ, കിതാബ് നന്നായി പഠിപ്പിച്ചു കൊടുക്കുന്ന, വൽ ഹിക്മത, തന്ത്രങ്ങളും കിതാബുകളും നന്നായി പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നീ ഞങ്ങളിലേക്ക് അയക്കണേ അല്ലാഹ്. വൈസഖീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അങ്ങനെ അടച്ചാൽ ആ പ്രവാചകൻ അവിടെയുള്ള മുഴുവൻ ആളുകളെയും എന്താണ് സംസ്കരിക്കും. നീ അതാണ് ഗഫൂറുൽ ഹകീമാണ്, നീതിമാനാണ്, പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ലോകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ വരാനുള്ള കാരണം. അങ്ങനെ അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അന ദഅവത്തു ഇബ്രാഹിം. നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നത് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ്. അന ദഅവത്തു ഇബ്രാഹിം വബുശ്റാ ഈസാ. ഈസാ നബിയുടെ സന്തോഷമാണ്. വറത്ത് വറത്ത് ഉമ്മീ നമസ് ബി കാന നൂറൻ ഖറജ മിനാ അല്ലാഹു ലഹു ഖുസൂറു ബുസ്റാ മിൻ അർളി ശാം. ഞാൻ എന്താണ് ഇബ്രാഹിം നബിയുടെ ദുആയും ഈസാ നബിയുടെ സന്തോഷവുമാണ്. അതായത് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച സമയത്ത് കാന നൂറൻ, ഞാനൊരു പ്രകാശമായിരുന്നു. ഖറജ മിനാ അല്ലാഹു ലഹു ഖുസൂറു ബുസ്റാ മിൻ അർളി ശാം. ശാമിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രകാശം പോലെയായിരുന്നു ഞാൻ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ഉറവയെടുത്ത സംസം വെള്ളം അതാ ഭൂമിയിൽ നിന്നും അത് മറഞ്ഞുപോയി. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ കാലിട്ടടിച്ച സമയത്ത് ഹാജറ ബീവിയുടെ പ്രയാസം കൊണ്ട് അല്ലാഹു തആല ജിബ്രീൽ മുഖാന്തരം എന്താണ് താത്തി കൊടുത്ത ഒരു കിണറാണ് സംസം. ആ കിണറിൽ നിന്നുള്ള വെള്ളം ഇസ്മായിൽ നബിയുടെ ആവശ്യാനുസരണം എല്ലാം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ പറ്റിപ്പോയതിനു ശേഷം പിന്നെ ആ വെള്ളം അല്ലാഹു തആല പുറത്തെടുത്തത് മഹാനായ അബ്ദുൽ മുത്തലിബിലൂടെയാണ്. സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതാനും ചില വെള്ളങ്ങളുണ്ട് ഭൂമിയിൽ. അതിൽ ഒരു വെള്ളമാണ് സംസം വെള്ളം എന്നത്. അത്ഭുതങ്ങളുടെ കലവറയാണ് സംസം എന്നത്. പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ വെള്ളമാണ്. ജിബ്രീലാണ് സംസം കിണർ കുഴിച്ചത് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ എന്ന മലക്കാണ് സംസം കിണർ കുഴിച്ചത്. പ്രവാചക സ്നേഹികളുടെ ഹൃദയത്തിന്റെ കൊട്ടാരമായ മദീന മുനവ്വറയും തിരുറൗളയും പച്ചക്കുബ്ബയും അവിടെ ഉണ്ടാകുമായിരുന്നില്ല എങ്കിലോ നബി തങ്ങൾ ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ
നബി തങ്ങൾ ഭൂമിയിൽ ഭൂജാതനായിട്ടില്ലായിരുന്നുവെങ്കിൽ മദീന മുനവ്വറ തലവിരിച്ച് നിൽക്കുന്ന പച്ചക്കുബ്ബ അവിടെ കാണാൻ കഴിയില്ലായിരുന്നു. പ്രവാചകന്റെ നോക്കൂ നിങ്ങൾ, നബി തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ദീനാണ്. ആ ദീൻ, അതിന്റെ നന്മകൾ ഈ ലോകത്തുണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇത്ര ഇസ്സത്തോടെ അഭിമാനത്തോടെ മക്കയിലുണ്ടായിരുന്ന അതേ ദീൻ അനുസരിച്ച് നമുക്ക് ജന്നാണ് ഇവിടെ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് നാം അനുഭവിക്കുന്ന മുഴുവൻ സാംസ്കാരിക മുന്നേറ്റത്തിന്റെയും അടിസ്ഥാനം അതാണ് പ്രവാചകനിൽ നിന്നാണ്. ശാസ്ത്രം മുന്നേറുന്നതാണ്. ശാസ്ത്രം മുന്നേറ്റത്തിന്റെ ചാലക ശക്തിയാണ് പരിശുദ്ധമായ ഖുർആൻ. ഖുർആനിൽ പ്രതിപാദിക്കാത്ത ഒരു വിഷയം ഇന്ന് ലോകത്തില്ല. ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും ഏതൊരു ജനതയെ പറ്റിയാണെങ്കിലും ആധുനിക ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ച പല അത്ഭുതങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ പ്രവചിച്ചവയാണ്. ഖുർആൻ സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ അതിന്റെ സ്വയം എന്താണ് ഭ്രമണപഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞതല്ല ഖുർആൻ. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രം പറഞ്ഞത് ഭൂമി എന്താണ് സ്വയം അതിന്റെ സൂര്യൻ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ അങ്ങനെ സ്വയം സൂര്യൻ ഇങ്ങനെ വലം വച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം ചന്ദ്രന് റൂട്ടുകൾ നിശ്ചയിച്ചത് ഞാനാണ്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. ഇത് മാത്രമല്ല, ജീവശാസ്ത്രമല്ല, ഗണിതശാസ്ത്രമല്ല, കുടുംബത്താണ് ഫറായിദ് എന്ന് പറയുന്ന എന്താണ് സ്വത്തവകാശ നിയമങ്ങൾ. ഇങ്ങനെ ഭൂമിയിൽ എന്തെല്ലാം നിയമങ്ങളുണ്ടോ ഇവകളൊന്നും പ്രതിപാദിക്കാൻ ഇങ്ങനെ ഒരു ഖുർആൻ ലോകത്തുണ്ടാകുമായിരുന്നില്ല. എപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമുഖത്ത് ജനിച്ചില്ലായിരുന്നുവെങ്കിൽ, ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിലുള്ള ഈ ലോകത്തിന്റെ അവസ്ഥ വളരെ മലീമസമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മോശമായ അവസ്ഥയാണ്. നബി തങ്ങൾ ഈ ലോകത്ത് വന്നപ്പോഴുള്ള ജാഹിലിയത്ത് പെണ്ണിനെ ഉപഭോഗ വസ്തുവാക്കി കാണുന്ന വ്യഭിചാരവും പലിശയും അനുവദനീയമായ വർണ്ണവിവേചനമുള്ള മനുഷ്യത്വം മരവിച്ച ഒരു ലോകമായിരുന്നു. ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന ജീവനോടെ പെൺകുഞ്ഞുണ്ടായാൽ ഉപ്പ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിട്ട് രാത്രിയാകുമ്പോൾ കുഴിയെടുത്തുകൊണ്ട് പെൺകുട്ടിനെ ആ ജീവനോട് പിടിച്ചു മൂടുന്ന ഡാർക്ക് ഏജ് ഇരുണ്ട യുഗമെന്ന ആ കാലഘട്ടത്തിലാണ് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ഭൂജാതനായത്. പറഞ്ഞു, പെൺകുഞ്ഞിനെ കൊല്ലല്ലേ, അൽ ബിന്ദു ബറകത്തുൻ ശഫീഉനാ റസൂലുള്ളാഹി. പെൺകുഞ്ഞിനെ കൊല്ലുകയല്ല വേണ്ടത്. പെൺകുഞ്ഞെന്നത് അൽ ബിന്ദു ബറകത്തുൻ. ഒരു പെൺകുഞ്ഞൊരു വീട്ടിലുണ്ടെങ്കിൽ അവൾ ബറകത്താണ്. ശഫീഉനാ റസൂലുള്ളാഹി. പെണ്ണ് ബറകത്താണെന്ന് ലോകത്ത് പ്രഖ്യാപിക്കുക മാത്രമല്ല, കാണിച്ചു കൊടുത്തു. പട്ടിണിയും പരിവട്ടവുമായി കടന്ന ഒരുപാട് പാവപ്പെട്ടവരായ പെണ്ണുങ്ങൾക്ക് ജീവിതം കൊടുത്തു. അവരെ പരിപാലിച്ചു, അവരെ പോറ്റി വളർത്തി. എന്നിട്ടോ നബി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട 7 മക്കളിൽ 6 മക്കളും മരണപ്പെട്ട് അവസാനം കരളിന്റെ കഷ്ണമായ ഫാത്തിമ എന്ന പൊന്നുമോൾ മാത്രമായപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ കരയല്ലേ ഫാത്തിമ, ഈ ഉമ്മത്തിലെ മുഴുവൻ ഉമ്മത്തിന്റെയും അവസാന സ്വർഗത്തിൽ വരുന്ന മുഴുവൻ വനിതകളുടെയും സ്വർഗീയ നേതാവ് എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ നീയാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ലോകത്തിന് മാതൃകയാണ്. എന്താണ് ഫാത്തിമയും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവിയും. രണ്ടും കുശാഗ്ര ബുദ്ധിയാണ്. ഒന്ന് ഭാര്യയാണ്, ഒന്ന് മകളാണ്.
ഇൻഷാ അല്ലാഹ് അവരെ കുറിച്ചൊക്കെ നമുക്ക് പ്രതിപാദിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഗൾഫിലുള്ള സഹോദരൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ, സ്ഥലത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 5,000 രൂപ, സ്ഥലത്തിലേക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 5,000, മരണപ്പെട്ടു പോയ മാതാവിനും പിതാവിനും കുടുംബത്തിനും എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 20,000 രൂപ, മരണപ്പെട്ടു പോയ വാപ്പാക്കും അമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 200 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ, ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരൻ 500 രൂപ, ഒരു സഹോദരൻ സഹോദരിയും കൊച്ചു ഉംറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, മകന് നല്ല ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, സ്ഥലത്തിലേക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 5,000 രൂപ. ഇന്നലെ മരണപ്പെട്ട് ഖബറടക്കിയ വട്ടത്താഴത്ത് ചീതിയിൽ ഭാര്യ ജമീല, മൈദീൻ ഭാര്യ ജമീലയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ഉറക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا ربي صل عليه وسلم. അർഹമറാഹിമീനായ സയ്യിദായ അൽമലിക്കുൽ ജബ്ബാറായ റഹ്മാനേ, ഗൾഫിലുള്ള സഹോദരൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് 10,000 രൂപ തന്നിട്ടുണ്ട്. നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. എന്തെന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ അല്ലാഹ്. എന്തെല്ലാം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നെങ്കിൽ ഈ നിമിഷം നീ അതിൽ നിന്നെല്ലാം സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്ഥലം വാങ്ങുന്നതിലേക്ക് മറ്റൊരു സഹോദരൻ 5,000 രൂപ കബൂലാക്കണേ റബ്ബേ. അവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാവിനും പിതാവിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. സ്വീകരിക്കണേ റബ്ബേ. 20,000 രൂപ തന്നിട്ടുണ്ട്. കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ സ്ഥലം വാങ്ങുന്നതിലേക്ക് തന്നവരെ മുഴുവനും സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ദീനി സ്ഥാപനത്തിന് വേണ്ടിയാണ് റഹ്മാനേ. ജാരിയായ സ്വതക്കയായി സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരിക്കലും മരണമില്ലാത്ത പ്രതിഫലം അവരുടെ വീടുകളിലേക്ക് നീ ചൊരിയണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ വാപ്പാക്കും അമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നീ മാതാപിതാക്കൾക്ക് പൊറുക്കണേ റഹ്മാനേ. ദുനിയാവിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അവരുടെ പോരായ്മകളെ പരിഹരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാവിനോട് ഖബറിടങ്ങളിൽ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനേ, അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ തന്ന് സ്വീകരിക്കണേ റബ്ബേ. എന്തെന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ അല്ലാഹ്. എന്തെന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണേ അല്ലാഹ്. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരു സഹോദരിയും മകളും ഉംറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. എല്ലാം നീ എളുപ്പമാക്കണേ അല്ലാഹ്. എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. എല്ലാം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. മഖ്ബൂലും മർദിയുമായ ഉംറയും സിയാറത്തും നടത്താനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിദേശത്തുള്ള മകന് നല്ല ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഹലാലായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഹലാലായ മാർഗ്ഗത്തിൽ സമ്പാദിക്കാൻ ഉതകുന്ന ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ അല്ലാഹുവേ 5,000 രൂപ തന്നു. കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. പാഴാക്കണേ റഹ്മാനേ. ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവനുണ്ട്, സ്വീകരിക്കണേ
അല്ലാ. നമ്മളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. പള്ളിയുടെ പരിപാലനം സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പൊറുക്കണേ റഹ്മാനേ. ജുമാ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ ജമാഅത്തിൽ കൊടി ഉയർത്തൽ ഉണ്ട്. എല്ലാവരും അതിൽ ഭാഗവാക്കാകണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നെല്ലിക്കുഴി എടപ്പാറ കുഞ്ഞു മുഹമ്മദിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണം. അതുപോലെ ഇന്നലെ മാതിരപ്പള്ളിയിൽ മരണപ്പെട്ടു പോയ മൈദിയൽ ഭാര്യ ജമീല അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണം. പിന്നെ മറ്റൊരു സഹോദരി സുഹറ കുഞ്ഞു മുഹമ്മദ് ഹജ്ജുമ്മ കുമ്മനോട് അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാനുണ്ട്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ മക്കളുടെ കലാസാഹിത്യ പരിപാടികൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലേക്ക് എല്ലാവരും വളരെ നേരത്തെ തന്നെ ഷാർപ്പ് 2 മണിക്ക് തന്നെ നമ്മുടെ കുട്ടികളുടെ പരിപാടി ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ മാതാപിതാക്കൾ പിള്ളേരുടെ പരിപാടി കഴിയുമ്പോൾ പോകാൻ നിൽക്കരുത്.